ഹലോ നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് സിമ്പിളായിട്ടൊരു പോസ്റ്ററാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. A4ൻ്റെ 4 സൈഡും മാർജിൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്ത് ചെറിയൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം നമുക്ക്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു റെക്റ്റാങ്കിൾ കൂടി വരച്ചു കൊടുക്കുക, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട്. ഇതുപോലെ തന്നെ തൊട്ടടുത്ത് 2 റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കുക. എന്നിട്ട് 2 ലൈൻ വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും, ഒരു കണ്ണടയാണ് നമ്മൾ വരയ്ക്കുന്നത്. എല്ലാ ബഷീർ ദിന പോസ്റ്ററുകളിലും ബഷീറിനെ വരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ എല്ലാവരെ കൊണ്ടും വരയ്ക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട് നമ്മളിവിടെ ബഷീറിൻ്റെ കണ്ണട വരച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത്. ഇതൊരു കണ്ണടയാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ ഒന്ന് വളച്ച് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇനി കണ്ണടയുടെ കാല് വരയ്ക്കാം. ആദ്യം കുറച്ച് വീതിയിൽ വരച്ചിട്ട് പിന്നെ വീതി കുറച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തു കൊടുക്കാം. ഇനി എഴുതാൻ വേണ്ടിയിട്ട് മുകളിൽ ലൈൻ വരച്ചു കൊടുക്കുകയാണ്. വളഞ്ഞു പോവാതെ ഹെഡിങ്സ് ഒക്കെ നല്ലോണം എഴുതാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. ജൂലൈ 5 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ബഷീർ അനുസ്മരണ ദിനം. ഇതിന് പകരമായിട്ട് ബഷീർ ദിനം, ബഷീർ ചരമദിനം, വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ ഹെഡിങ് കൊടുക്കാവുന്നതാണ്. ജൂലൈ 5 ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റെഡ് വെച്ചിട്ട് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഈ കണ്ണടയ്ക്ക് ചുറ്റും ബഷീറിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികളുടെ പേര് എഴുതി കൊടുക്കാം. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പ കരാനുണ്ടായിരുന്നു, മാന്ത്രിക പൂച്ച. ഇതെല്ലാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുറച്ച് നോവലുകളാണ്. പ്രേമലേഖനം, മതിലുകൾ, ജന്മദിനം, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ശബ്ദങ്ങൾ. ഇതിൽ ജന്മദിനം മാത്രം ചെറുകഥയാണ്, ബാക്കിയെല്ലാം നോവൽ തന്നെയാണ്. താഴെയും കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ കൂടി എഴുതി കൊടുക്കുകയാണ്. വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്. ഇനിയും ഉണ്ട് എഴുതാൻ. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ടവ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് കൊള്ളുന്നത്. ഇനി ഞാൻ ഈ കണ്ണട മാർക്കർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കെച്ച് വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ഈ കൃതികളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെച്ച് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഓരോന്നിനും ഓരോ കളർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 2-3 ബബിൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണടയ്ക്ക് നേരെ. ഇപ്പം നമ്മുടെ പോസ്റ്റർ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 1908, 1994 എന്ന് എഴുതി കൊടുക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷവും മരിച്ച വർഷവുമാണ് എഴുതിയിട്ടുള്ളത്. ജനുവരി 21, 1908 ജനിച്ചിട്ടുള്ളത്. ജൂലൈ 5, 1994 മരണപ്പെട്ടു. 2021 അദ്ദേഹത്തിൻ്റെ 27ാമത് ചരമവാർഷികമാണ്. അങ്ങനെ നമ്മുടെ പോസ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുത്തു, ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനം. പിന്നെ ഒരു കണ്ണട വരച്ചു. എന്നിട്ട് ചുറ്റും ബഷീറിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ എഴുതി. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പോസ്റ്ററാണ്. കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്.
ബഷീറിനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബഷീറിൻ്റെ കണ്ണട വരച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.